ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള വെള്ളയാംകുടി എന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായൊരു ടൗണാണ്, ഈ ചെറിയൊരു പട്ടണമാണ് വെള്ളയാംകുടി. ഇത് വെള്ളയാംകുടി കവലയാണ്. ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയ വെള്ളയാംകുടി പള്ളിയിലേക്കും നേരെ പോയ കട്ടപ്പന ടൗണിലേക്കും വലത്തോട്ട് പോയ സോർണൂരി ഭാഗത്തേക്കൊക്കെ പോവേ. നമുക്ക് ഈ മേഖലയുള്ള കുറച്ച് കാഴ്ചകൾ നിന്നൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ വെള്ളയാംകുടി പള്ളി കാണാവേ. വെള്ളയാംകുടി പള്ളിയോട് ചേർന്ന് തന്നെ സെൻറ്റ് ജെറോംസ് ഹൈസ്കൂളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് വെള്ളയാംകുടി പള്ളിയും കാണാം. ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്തൊക്കെ ഉള്ള പള്ളികളാണ് ഈ കട്ടപ്പന പള്ളിയും വെള്ളയാംകുടി പള്ളിയൊക്കെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വെള്ളയാംകുടിക്ക് അപ്പുറത്തായിട്ട് കുന്തളംപാറ ആ മലനിരകളൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ്. പെരുന്നാളിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസം അവിടെയൊക്കെ കാണാം കേട്ടോ. ഇവിടുത്തെ സൈഡിലെ പുല്ലൊക്കെ ഇവരിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് താഴേന്ന് ഇങ്ങോട്ട് പള്ളിയിലോട്ട് കയറി വരുന്നൊരു വഴിയെ. ഇന്നിപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള വെള്ളയാംകുടിയിലാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദൂരത്തോട്ടൊന്നും പോകാൻ ഈ ഒരു സമയത്ത് പറ്റിയില്ല. എനിക്ക് ഉച്ചവരെ ശകലം ഒരു സോളാറിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കിട്ടിയ സമയത്ത് എന്നാൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി ഇവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം അല്ലേ. ഈ പള്ളിയോട് ചേർന്ന് വളരെ മനോഹരമായൊരു പാരിഷ് ഹാളൊക്കെ ഉണ്ടേ. പിന്നെ ഈ പള്ളിയോട് ചുറ്റും നല്ലൊരു ഗാർഡനൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അതിൽ പുല്ലെല്ലാം വെട്ടിക്കളഞ്ഞ കാരണം ഒരു പച്ചപ്പ് കാഴ്ചയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. മുറ്റത്ത് കുറച്ച് തെങ്ങുകളും ഒക്കെ ആയിട്ട്, പിന്നെ വളരെ വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അത് നമ്മൾ വെള്ളയാംകുടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഞാനിവിടെ ഒരു കാഴ്ചയുണ്ട്. ഒരു വാഗ ഇങ്ങനെ പൂത്തിട്ടേ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ടോ. അതിൻ്റെ പൂക്കളൊക്കെ ഈ നിലത്തൊക്കെ ഒത്തിരി വീണ് കിടപ്പുണ്ടേ. ഇപ്പോൾ ഇനിയിപ്പോൾ വാഗമരങ്ങളുടെ ഒരു പൂക്കാലമാണ്. ഇവിടുന്ന് രണ്ട് കവലയായിട്ട് തിരിയുന്നുണ്ട്. വലത്തോട്ട് കിടക്കുന്ന വഴി കയറി പോയാൽ നമുക്ക് പൊന്നിക്കവല ആ വഴിക്കൂടെ അങ്ങനെ മെയിൻ റോഡിൽ അപ്പുറത്ത് നമ്മുടെ ലപ്പക്കട ഒക്കെ പോകുന്ന റോഡിലോട്ട് ഇറങ്ങാവേ. ഇടത്തോട്ട് പോയാൽ ഗവൺമെൻറ് കോളേജിൻ്റെ അതിലൂടെ നമുക്ക് കട്ടപ്പന ടൗണിലോട്ട് പോകാം. ഈ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ അടുത്തായിട്ട് നമുക്ക് ഒരു ചെടി നഴ്സറിയൊക്കെ കാണാം. ഔഷധ ചെടി നഴ്സറിയാണ്. ഒരുപാട് ചെടിത്തരങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജ് കേട്ടോ. പണ്ട് ഈ കോളേജ് നമ്മുടെ നരിയമ്പാറ ശബരിഗിരിയിലായിരുന്നു. പിന്നീട് അത് ഇങ്ങോട്ട് മാറ്റിയതാണേ. കോളേജിൻ്റെ പ്രവേശന കവാടം ഇവിടെയുമുണ്ട്, അപ്പുറത്തുമുണ്ട്. ഇതിലേക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പുറത്തോടെയാണ് മെയിൻ കവാടം. ഇതാണ് കോളേജ് ജംഗ്ഷൻ കേട്ടോ. ഇടത്തോട്ടുള്ള വഴി കട്ടപ്പനയ്ക്കും, വലത്തോട്ടുള്ള സോർണൂരി, നേരെ അപ്പുറത്തോട്ട് പോയ ഐ.ടി.ഐ കവല, പുറകോട്ട് വെള്ളയാംകുടി. ഇപ്പം നമ്മൾ സോർണൂരി കവലയിലാണ്. അവിടുന്ന് മുന്നോട്ട് പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് വെള്ളയാംകുടിക്കും പിന്നെ കല്യാണത്തണ്ടിനുമൊക്കെ പോകാം. ഇവിടുന്ന് പിന്നെ ഈ വഴിക്ക് താഴോട്ട് പോയാൽ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. പൊന്നിക്കവല, പവരയാറ് ആ ഭാഗത്തേക്കൊക്കെ പോവേ. പിന്നെ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണിത്. സോർണൂരി അപ്പുറത്ത് ഗവൺമെൻറ് കോളേജ് കവലയിൽ നിന്ന് ഇറങ്ങി വന്ന വഴി. ഈ വഴിക്ക് പോയാൽ നമുക്ക് പൊന്നിക്കവല ഭാഗത്തേക്ക് പോകാവേ. ഇവിടെയും നമുക്കൊരു കവല കിട്ടുന്നുണ്ട്. ഇതും സുവർണഗിരിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഇവിടെ നേരെ താഴോട്ട് കിടക്കുന്ന വഴി പവരയാറ്, പൊന്നിക്കവല, കാഞ്ചിയാറ് ഭാഗത്തേക്കും, ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കട്ടപ്പന ഐ.ടി.ഐ കവലയ്ക്കും പോകാവേ. ഇപ്പം നമ്മൾ ആഞ്ഞിലിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. കട്ടപ്പന ഒരു ആറുണ്ടെങ്കിൽ ഇതാണ് കട്ടപ്പനയാറ്. എന്താണ് കട്ടപ്പനയാറ് കലങ്ങി കിടക്കുക. ആഞ്ഞിലിപ്പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്, ആറുണ്ട്. ഈ ആറ് നമ്മുടെ കട്ടപ്പന ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് വരുന്നതാണ്. ചെന്ന് അഞ്ചുരുളിയിലേക്ക് വന്ന് ചേരുവേ. ഇങ്ങോട്ട് ഈ ആറിൻ്റെ കാഴ്ചകളാണ്. അതിൻ്റെ തീരത്തൂടെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം. എന്തായിരുന്നാലും ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ കാണാം കേട്ടോ. ആ സൈഡിൽ കൂടെ ഒരു റോഡൊക്കെ ഉണ്ട് അങ്ങോട്ടെ. നമുക്കിനിയിപ്പോൾ പോകേണ്ടത് മുന്നോട്ട് ആ വഴിക്കാണ്. ഇവിടെ നമുക്കൊരു പാലം കാണാം കേട്ടോ. ഇതാണ് ശരിക്കും ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള ആഞ്ഞിലിപ്പാലം. അക്കരയ്ക്ക് കിടക്കാൻ പണ്ട് ഇതിലെ ഒരു ആഞ്ഞിലിപ്പാലം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആഞ്ഞിലിപ്പാലം എന്നുള്ള പേര് കിട്ടിയത്. അക്കരെ കുറേ വീടുകളും ഉണ്ട്, പിന്നെ ഒരു അങ്കണവാടിയുണ്ട്. അങ്ങനെ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ചെറിയൊരു പാലം കണ്ടോ. പുഴ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. നമുക്ക് നല്ല മഴക്കാലത്തൊക്കെയാണ് ഇതിലൊക്കെ വെള്ളം കണ്ടമാനം കയറി ഒഴുകുവേ. അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ഒരു വഴിയുണ്ട്. ആ വഴിക്കൂടെ കയറിപ്പോയാൽ നമുക്ക് കല്യാണത്തണ്ടിൻ്റെയൊക്കെ മണ്ടയിലേക്ക് ചെല്ലാൻ പറ്റുമേ.
പൊന്നിക്കവല ജംഗ്ഷനാണേ. താഴോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കാഞ്ചാർ ഭാഗത്തേക്കൊക്കെ പോകാം. പിന്നെ ഇവിടെ ഒരു പഴയ മോഡൽ കടകളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല കേട്ടോ, ഉച്ച സമയമായതുകൊണ്ട്. പിന്നെ ഇവിടെ പൊന്നിക്കവല കുരിശുപള്ളിയാണ് ഇതേ, ഉണ്ണീശോയുടെ നാമത്തിലുള്ളൊരു പള്ളിയുടെ കുരിശുപള്ളി. നമ്മൾ വന്നത് ആ വഴിക്ക് നിന്നായിരുന്നേ. ആ സൈഡിലേക്ക് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് 20 ഏക്കർ ആശുപത്രിപ്പടിയിലോട്ടൊക്കെ ചെല്ലാം. ഇതാണ് പൊന്നിക്കവല പള്ളി, ഉണ്ണീശോയുടെ നാമത്തിലുള്ളൊരു പള്ളിയാണ്. ഇവിടെ എപ്പോഴും ഉള്ളൊരു പുൽക്കൂടൊക്കെ ഉണ്ട് ഇവിടെ. ആ പുൽക്കൂട് നമുക്ക് കുറച്ചൊന്ന് കാണാവേ. ഈ പൂച്ചെടികളുടെയൊക്കെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പുൽക്കൂട്, ഇന്നൊരു കിണർ, ബൈബിളിലെ കഥകളൊക്കെ പറയുന്ന രീതിയിലുള്ള ഇതാണ് കിണറൊക്കെ കണ്ടോ. വെയിലിച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് പള്ളി കാണാൻ ഒരു ഭംഗിയില്ല. ഇതൊരു തരം ചെടി നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഓ, അങ്ങോട്ടും തിരിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. വെയിലിൻ്റെ പ്രകാശം കൂടുതൽ ഇപ്പോൾ അങ്ങോട്ടടിക്കുന്നു. ഇവിടെ ഈ പുഴയുടെ തീരത്ത് കുറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുഴയിൽ ഇവിടെ വരുമ്പം വെള്ളം അത്ര കുറവൊന്നുമല്ല, പക്ഷേ വെള്ളം അപ്പടി ചീത്തയായിട്ട് കിടക്കുന്ന പോലെ കാണുന്നത്. ഈ ഏലത്തിനുള്ള മരുന്നടിയും കലക്കും പരിപാടിയൊക്കെ കാരണേ ഈ വെള്ളമൊന്നും ധൈര്യമായിട്ട് ഇറങ്ങി നമുക്ക് കുളിക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പറ്റില്ല. എല്ലാം ഏലത്തോട്ടമാണ്. ഇവിടെ എല്ലാം നല്ല കൃഷിയിടങ്ങളാണ്, പലതരത്തിലുള്ള. അതുകൊണ്ട് വഴിയറമ്പി വരെ ഉണ്ട് വാഴ. നമ്മളിപ്പോൾ കക്കാട്ടുകട എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. അത് കട്ടപ്പനയ്ക്കുള്ള മെയിൻ റോഡാണ്. കട്ടപ്പന ഏലപ്പാറയൊക്കെ ആയിട്ടുള്ള ഈ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കയറി വന്നത് ഈ ഒരു വഴിക്കായിരുന്നേ. ആ ഒരു പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ. ഈ വഴി ശരിക്കും നത്തുകല്ല് വെള്ളയാംകുടി റോഡാണ്. പക്ഷേ നമ്മൾ വെള്ളയാംകുടിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇനിയിപ്പോൾ താഴോട്ട് പോയാൽ കക്കാട്ടുകട ജംഗ്ഷനാണേ. അവിടെ നമുക്ക് അഞ്ചുരുളിക്കൊക്കെ പോകാം. കക്കാട്ടുകട ജംഗ്ഷൻ ഇല്ലേ, നമുക്ക് അഞ്ചുരുളിക്ക് പോകാവേ. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഒരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് പോവാം. അഞ്ചുരുളിക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, വേറെ കുറച്ച് കാഴ്ചകളുണ്ട്, അത് കാണാം. നല്ല ചെറുകിടികളൊക്കെ അലമാരി കിടപ്പുണ്ടേ. ഷിൻ്റെ ഒരു കടുങ്കാപ്പി, നല്ല ചൂടുള്ള കടുങ്കാപ്പി. ഇന്ന് നല്ല ചൂടാട്ടോ, കാരണം കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടത്ത് ഞാനൊരു കടുങ്കാപ്പിയും കുടിച്ചേക്കാന്ന് വെച്ചു, വിത്തൗട്ടൊരു കടുങ്കാപ്പിയും. എന്താ ചൂട്. കക്കാട്ടുകടയ്ക്ക് തൊട്ടടുത്തുള്ളൊരു കടയാണ്, ജംഗ്ഷനാണ്, സുമതിക്കട. ഈ വഴി ഇനി പോകുന്ന പേഴുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണേ. അവിടെ ചെന്നാൽ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളുണ്ട്, അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ശരിയായ ഒരു ഗ്രാമപ്രദേശമാണ് ഇതൊക്കെ. എല്ലാ കൃഷിയിടങ്ങളൊക്കെയാണ് കൂടുതലും. ഇവിടെ നമുക്ക് കുറച്ച് ഏലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇത് ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ വെച്ച ഏലമാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ വേനൽക്കാലം കാരണം എല്ലാം ഭയങ്കര മോശമായിപ്പോയി. ഇതുപോലെ കണ്ടോ, കുറച്ച് ഷെയ്ഡൊക്കെ വേണം. പൊങ്ങി നിൽക്കുന്ന തണലാണ് ഏലത്തിന് ആവശ്യം കൂടുതലും, അല്ല താന്നു നിൽക്കുന്ന തണലല്ല വേണ്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു പറ്റി മുകളിലെ പള്ളിക്കലേക്കുള്ള റോഡ് ക്ലോസ് ആണ് കേട്ടോ. അവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുക. അപ്പം നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പം ഇതിലേയും ഒരു വഴി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് ഓരോരോ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന വഴിയാണേ. നമ്മൾ അപ്പുറത്തെ വഴിക്ക് പള്ളിയുടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നേ. നമ്മളിപ്പുറം ഈ ഒരു വഴിക്കാണ് വന്നത്. എല്ലാം പക്ക നല്ല ഏലത്തോട്ടമാണ് ഇവിടെ എല്ലാവേ. ഈ വഴിക്കൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം, പേഴുങ്കണ്ടം പള്ളിയുടെ അവിടേക്ക്. ഇപ്പം നമ്മളങ്ങനെ വളരെ ഭംഗിയുള്ള പേഴുങ്കണ്ടം കവല ചെയ്തു കേട്ടോ. പേഴുങ്കണ്ടം പള്ളിയാണിത്. ഇത്ര ഭംഗിയുണ്ടോ അത് കാണാൻ നോക്കി. അപ്പുറത്ത് നമ്മുടെ കല്യാണത്തണ്ട് മലനിരകളൊക്കെയാണ് കാണുന്നത്. നമ്മളിങ്ങോട്ട് കടന്നു വന്ന ആ ഒരു വഴിയൊക്കെ ഉണ്ടോ. ഇവിടെ കുറേ നല്ല വീടുകളും നല്ലൊരു ഗ്രാമഭംഗിയൊക്കെ കിട്ടുന്നുണ്ടേ. അതുപോലെ ഇവിടെ 2 മനോഹരമായ കടകളൊക്കെ ഉണ്ട്. കടയിൽ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്, നമ്മുടെ പഴയ ഒരു പരിചയക്കാരൻ ചേട്ടനാണ്. ചേട്ടാ എന്നാണ്ട് വിശേഷമൊക്കെ? ചേട്ടൻ്റെ പേര് പറ. സിബി. ഇപ്പം നമ്മുടെ പഴയ ഒരു പരിചയക്കാരനായിരുന്നു. ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ വേറെ ഓരോ പരിപാടിക്കൊക്കെ വരുമ്പോൾ ഇവരുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല.
ശരിക്കും നമ്മൾ ആ വഴിക്ക് നിന്നായിരുന്നു ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. ഇതിൻ്റെ താഴത്തെ വഴിയിലാണ് കോൺക്രീറ്റ് ഒക്കെ നടക്കുന്നത്. നമ്മൾ വഴി മാറിപ്പോയി. ഇനി നമുക്ക് ഇവിടുന്ന് ഉള്ള കാഴ്ചകളൊക്കെ കുറച്ച് കാണാം. പക്ഷേ ഒരു ഭംഗിയില്ല. കാരണം സൂര്യൻ അതിൻ്റെ പുറകിൽ നിൽക്കുന്നതുകൊണ്ട് പള്ളിയുടെ ആ കാഴ്ചകൾ അത്ര ബെറ്ററല്ല. താഴെ പരീക്ഷകളും മറ്റും ഉണ്ട്, പിള്ളേരൊക്കെ താഴെ കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കല്യാണത്തണ്ട് മലനിരകളൊക്കെ കാണാവേ. വെയിലിൻ്റെ കട്ടി കുറഞ്ഞില്ല കേട്ടോ, നല്ല വെയിലാണ്. അത് കാരണം എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ പേഴുങ്കണ്ടം പള്ളി കഴിഞ്ഞ് പേഴുങ്കണ്ടം അമ്പലത്തിനടുത്തെത്തിയേ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് പേഴുങ്കണ്ടം. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കുറച്ച് കാഴ്ചകൾ കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടുവരാവേ. ഈ വഴിക്ക് റോഡെല്ലാം മോശമായി കിടക്കുമായിരുന്നേ. പക്ഷേ ഇവിടെ ഇപ്പോൾ റോഡ് ടാറിങ് എല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വന്നു വയ്ക്കുന്ന ഈ പച്ചപ്പ് പറഞ്ഞ സ്ഥലം ഏതാണെന്നറിയോ? ഇതാണ് പേഴുങ്കണ്ടത്തെ കൂപ്പ്. ഈ കൂപ്പിനുള്ളിൽ കൂടെ നമുക്ക് അഞ്ചുരുളി മുനമ്പിലേക്കൊക്കെ പോകാം കേട്ടോ. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എന്തൊക്കെയോ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന വഴി അതിലെങ്ങനെയായിരുന്നു വന്നത്, ആ ഒരു ഭാഗത്തൂടെ അങ്ങനെ അഞ്ചുരുളി മുനമ്പിലേക്കൊക്കെ പോകാനായിട്ട് ഇതിലേക്ക് ഇറങ്ങി പോകണേ. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കോ ടൂറിസത്തിൻ്റെ വകയിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ആർട്ട് വർക്ക് ആയിട്ടൊക്കെ കണ്ടോ. അപ്പം ഇതിൻ്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് അറിയാം. ഇപ്പം ഞാൻ വന്നപ്പം അതിലെയാണ് അഞ്ചുരുളി മുനമ്പിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴി. ഇതിലെ ആ വഴിക്ക് മുനമ്പിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ദിവസം ഏതായാലും ഇറങ്ങി പോകണമല്ലേ. ഇപ്പം വെള്ളമൊക്കെ കുറേ വലിഞ്ഞിട്ട് ഇങ്ങനെ നല്ലൊരു ബീച്ച് പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലേ. ഈ വഴിക്ക് നമുക്കിനി പോയി കഴിഞ്ഞാൽ ഇതിലെ ഇങ്ങനെ നമുക്ക് പാലാക്കട ആ ഒരു ഭാഗത്തേക്ക് കാഞ്ചാറിൻ്റെ മറ്റൊരു ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കണ്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമേ. അവിടെയും ഒരുപാട് ഭംഗിയുള്ള ഗ്രാമക്കാഴ്ചകളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മളിങ്ങനെ വന്നപ്പം ഇവിടെ ഇങ്ങനെ ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഗേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് കാലങ്ങളായേ. ഇവിടേക്ക് ഇപ്പം ഇവരുടെ പെർമിഷനോട് കൂടിയൊക്കെ മിക്കവാറും ഇറങ്ങി പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആ ഒരു സംഭവമൊക്കെ വന്നു കഴിയുമ്പം അവിടെ നമ്മൾ ചോദിച്ചിട്ടൊക്കെ വേണം ഇറങ്ങി പോകാൻ എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ നമുക്കിനി ഈ പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോയി പാലക്കാട് ഭാഗത്തേക്കുള്ള കുറച്ച് കാഴ്ചകളൂടെ കണ്ട് അങ്ങനെ പോകാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ വഴിക്ക് നല്ല പച്ചപ്പാണ്, നല്ല ലൈറ്റിങ്ങും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണേ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ, നല്ല പച്ചപ്പുള്ള. അത് നമുക്കൊന്ന് കണ്ടുവരാവേ. ചെറിയൊരു പാലമൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഏലക്കാട്ടിലൊക്കെ ഇങ്ങനെ കാണാവേ. മുകളിലോട്ടൊരു വഴിയുണ്ടോ, അതിലെ കയറിയ പേഴുങ്കണ്ടം അമ്പലത്തിനങ്ങോട്ടുള്ള ഷോർട്ട് കട്ട് വഴിയാണ്. ഇവിടെ ഇതേ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടോ. ഈ വേനൽക്കാലത്തും അതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അതങ്ങനെ ഒഴുകി നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് തന്നെയാണ് അതും പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കുറേ നല്ല കാഴ്ച കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ വഴിസരി കുറേ നല്ല വീടുകളൊക്കെ ആയിട്ട്. ഈ ഭാഗമൊക്കെ കണ്ടോ, നല്ല റോഡൊക്കെ നന്നായിട്ട് ഇട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് കുറേ ഭാഗം റോഡ് ഭയങ്കര മോശമായിരുന്നേ. ആ വഴിക്കൊക്കെ എന്തൊക്കെയോ വാരിക്കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്, കാരണം പോകാതുണ്ടോ ഭയങ്കരമായിട്ട്. ഇവിടെ ഒരു ബെന്തക്കോസ്ത് മിഷൻ ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പാലാക്കട എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇതാണ് പാലാക്കട. പാലാക്കട കുരിശുപള്ളിയാണേ, പുണ്യാളച്ചൻ്റെ കുരിശുപള്ളി. ഇവിടുന്ന് ഇനിയിപ്പം നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലോട്ടാണ്. അവിടുന്ന് പിന്നെ കട്ടപ്പനയ്ക്കോ ഏലപ്പാറയ്ക്കോ ഒക്കെ തിരിഞ്ഞ് പോകാവേ. കാഞ്ചിയാർ പള്ളിക്കവലയാണേ. ആ വഴിക്ക് പോയാൽ മേപ്പാറയ്ക്കൊക്കെ പോകാം കേട്ടോ. നേരെയുള്ള വഴി കട്ടപ്പനയ്ക്കും. കാഞ്ചിയാർ പള്ളിക്കവല സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പം പേഴുങ്കണ്ടം വരുന്ന വഴിയായത് കേട്ടോ. ഇവിടെ ഒത്തിരി വനഭംഗിയുള്ളൊരു സ്ഥലമാണേ. നമ്മുടെ കേരള ഫോറസ്റ്റാണിത്. ഫോറസ്റ്റ് വനം വകുപ്പിൻ്റെയൊക്കെ നല്ല മരക്കൂട്ടങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഒത്തിരി വണ്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്കിംഗ് ഇടാൻ പറ്റിയ, റെസ്റ്റ് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല ഏത് വേനയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടുവേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കാഞ്ചിയാറിൻ്റെ ഭാഗത്തെ കാഴ്ചകളും കട്ടപ്പന കാഴ്ചകളും ഒക്കെ? വളരെ
മനോഹരമായ കാഴ്ചകളായിരുന്നു എനിക്ക് തോന്നുന്നു. കണ്ട അഭിപ്രായം പറയാം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. പരിചയക്കാരിലേക്ക് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.